നിങ്ങൾ ഈ ഫ്രീ ടൈമിലൊക്കെ ഈ സ്കൂളിന്റെ പരിസരത്തും ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? ഞാനിതിപ്പോൾ നമ്മുടെ സുഹൃത്താണ് ജിനോഷ്. ഞങ്ങളൊക്കെ അവിടെ ആ സൈഡിൽ ഞങ്ങൾ വോളിബോൾ കളിച്ചിരുന്നത്. നമ്മൾ പിന്നെ വോളിബോൾ കളി ഇത്രയും പിന്നെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിലെവിടെ ഞാൻ കണ്ടിട്ടില്ല. സൗന്ദര്യമായ ഒരു സ്ഥലമായിരുന്നു ഇത്. നമുക്ക് നമ്മുടെ പേര്? എൻ്റെ പേര് ഷെരീഫ്. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ഇന്നലെ വരെ റവന്യൂ അവരുടെ ആവശ്യത്തിന് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ എച്ച് മരത്തിൻ്റെ ഒക്കെ കൊമ്പി കയറി ഇരുന്നിട്ടുണ്ട്. നമ്മളൊന്നും പണ്ട് പറയാ എന്താ പറയാ, വാക്കുകൾ കിട്ടുന്നില്ല സാർ. അത്രയും ഒരു വലിയ സങ്കടം ഞങ്ങൾക്ക് വന്ന് പെട്ടിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ നാട്ടുകാരെന്നുള്ള കണ്ടീഷൻ നമ്മൾ പറയുന്നത്, നമ്മൾ സ്കൂളും ഇവിടെ തന്നെ വരിക, സ്കൂളും കുട്ടികളുടെ വരിക. ശരിക്കും നമ്മൾ ഈ പുഴ സാറ് ശരിക്കും ഈ ഭാഗത്തുള്ളത്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് സാറ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ തന്നെ താമസിക്കാൻ കുറേ ഏരിയ അവർ അളന്നു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ ഈ പരിസരത്ത് നാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ സങ്കടം. ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ, നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ജീവിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് സർക്കാരുകൾ നമുക്ക് ചെയ്തു തരേണ്ടത്. മെയിനായിട്ട് ഞങ്ങൾ സ്കൂൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഈ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന സ്കൂളാണ്. അത് തീർച്ചയായും 101% ഞങ്ങളെ കേന്ദ്രം അതാണ്. അതുപോലെ ഞങ്ങൾ ഉണ്ണിസാർ അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകർ, PTA കമ്മിറ്റികൾ, ഇവരൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് 100% വിജയം ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. കരാട്ടെ മാഷേ, ഈ സ്കൂളില്ലാതെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. മൈക്ക് തീർച്ചയായും ഇതിപ്പോൾ മേപ്പാടിയിലേക്ക് മാറ്റിയാൽ വേറെ ചില സൗകര്യം ഉണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് പഠിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്, അതൊരു വശത്ത്. പക്ഷേ ഈ നാടിൻ്റെ ഒരു ജീവിതത്തിന് തുടർച്ചയില്ലേ? തീർച്ചയായും പറ്റില്ല സാർ. കാരണം ഒരു നാടിൻ്റെ വിളക്ക് ശരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പ്രധാനമായിട്ട് എനിക്കിപ്പോൾ എൻ്റെ കുട്ടി 6 വയസ്സായി. ഈ ഇവിടെ നിന്ന് മേപ്പാടിക്ക് സഞ്ചരിച്ചെത്തണമെങ്കിൽ സാധാരണ ബൈ കാർ പോവുകയാണെങ്കിൽ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ, ബസ്സിനാണെങ്കിൽ 40-45 മിനിറ്റ് വരെ ആവും. അപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂറിനിടെ ഇടവിട്ടൊക്കെ ബസ് ഉണ്ടാവില്ല, 1.5 മണിക്കൂർ ഇടവിട്ട ബസ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ മകള് ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെയാണ് പഠിച്ചിരുന്നത്? ഞാൻ പഠിച്ചത് ഇവിടെ തന്നെയാണ്. എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 1 മുതൽ 4 വരെ അട്ടമല സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. അന്ന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ്സും ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? ക്ലാസ് ആണോ ഇഷ്ടപ്പെട്ടത്, പ്രകൃതിയാണോ ഇഷ്ടപ്പെട്ടത്, കളികളാണോ ഇഷ്ടപ്പെട്ടത്? ഇവിടെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പ്രകൃതിയെ ഒഴിവാക്കിക്കൊണ്ട് ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഞങ്ങൾ പഠിച്ച കാലത്ത് ശരിക്കും സ്കൂളിൽ സാർ പറഞ്ഞ പോലെ സ്കൂളിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊരു പറയാൻ ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം മുഴുവനായി ആസ്വദിച്ച ഒരാളാണ്. അത് സാറ് ചോദിച്ചുകൊണ്ടാലും ആളുകൾ എന്നെ അറിയിക്കാൻ വേണ്ടി പറയുന്നതല്ല. കാരണം സ്പോർട്സിലാണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് സ്കൂൾ കട്ട് ചെയ്തിട്ട് ചൂണ്ടിടാൻ പോയിട്ടുണ്ട്. ഇവിടെ പക്ഷേ സിനിമ കാണാൻ പറ്റത്തില്ല. സിനിമ കാണാൻ പറ്റത്തില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ സിനിമാ തിയേറ്റർ ഇല്ല. അല്ല, 1995-96 ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ സ്കൂൾ കട്ട് ചെയ്താൽ എവിടെ പോവാ? ചൂണ്ടിടാൻ പോകും. എവിടെ പോകും? ചൂണ്ടിടാൻ പോകും. ഈ പുന്നപ്പുഴ തന്നെ പോകും. ഈ പുഴ തന്നെ പോകും. അതേപോലെ വെള്ളത്തിൽ ചാടും. നേരെ മുമ്പിൽ ഒരു നീന്തം പഠിച്ച് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയി ചാടും. അതേപോലെ ആ സമയത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവലല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് SLC ബാച്ചിൽ 5 പേരെ പാസ്സായുള്ളൂ. അതിന് കാരണം ഒരു 30 പേര് പഠിച്ച 5 പേരെ പാസ്സാവും. 65 പേര് പഠിച്ച 5 പേരെ പാസ്സാവുള്ളായിരുന്നു. പ്രഷർ ഓർമ്മിക്കണം. അതായിരുന്നു ഈ സ്കൂൾ ഒരു കാലഘട്ടം മുമ്പ് വരെ. 65 പേർ പഠിച്ചാൽ 5 പേർ മാത്രം പാസ്സായിക്കൊണ്ടിരുന്നൊരു സ്കൂൾ സംവിധാനത്തെയാണ് 65 പേരെയും പാസ്സാക്കുന്ന ഒരു സംവിധാനമായി മാറിയത്. അതിന് പിന്നിൽ ഈ നാട് കൊടുത്തിരിക്കുന്ന അവരുടെ അധ്വാനം ഉണ്ടല്ലോ, അവരുടെ ഹൃദയമുണ്ടല്ലോ, ആ തലച്ചോറുണ്ടല്ലോ, സമയമുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ നാടിന് ആ സ്കൂൾ വിട്ടൊരു കളിയില്ല അല്ലേ മാഷേ?